നമ്മൾ ഇന്ത്യക്കാരായിരിക്കുന്ന കാലം അത്രയും രാജ്യത്തിനകത്ത് കയറി ആക്രമിക്കുന്ന ഒരു ഭീകരനെ പോലും വെറുതെ വിടില്ല. കേന്ദ്ര നേതൃത്വത്തിൽ ശക്തമായ നടപടികളും പ്രവർത്തനങ്ങളുമാണ് നടത്തിവരുന്നത്. രാജ്യത്തിനകത്തെ ജനങ്ങളുടെ സുരക്ഷയ്ക്കും സംരക്ഷണത്തിനുമെതിരെ നിൽക്കുന്നവർ ആരാണെങ്കിലും അവരെയൊന്നും വെറുതെ വെക്കില്ല. 2025 ഏപ്രിൽ 22 പഹൽഗാം ആക്രമണത്തിൽ കൊല്ലപ്പെട്ട 26 പേരിൽ ഒരാളാണ് കാൺപൂർ നിവാസിയായ ശുഭം ദ്വിവേദിയുടെ ദാരുണമായ മരണത്തിൽ ദേശീയ അന്വേഷണ ഏജൻസി കുറ്റപത്രം സമർപ്പിച്ചു. NIA നീക്കത്തെ ദ്വിവേദിയുടെ ഭാര്യയും പിതാവും പ്രശംസിച്ചു. വിഷയത്തിൽ വേഗത്തിലുള്ള നടപടി സ്വീകരിച്ചതിന് ഏജൻസികൾക്കും സർക്കാരിനും അവർ നന്ദി പറഞ്ഞു. റിപ്പബ്ലിക്കിനോട് സംസാരിക്കവേ ശുഭത്തിന്റെ ഭാര്യ ഐഷാനിയ ദ്വിവേദി പറഞ്ഞു, ഒന്നാമതായി കേസിൽ അന്വേഷണം എത്ര വേഗത്തിൽ പുരോഗമിച്ചു എന്നതിലും ഏജൻസികൾ പ്രശ്നം പരിഹരിക്കാൻ ശ്രമിച്ചതിന്റെ വേഗതയിലും ഞാൻ സന്തുഷ്ടനാണ്. അധികാരത്തിലിരിക്കുന്നവർ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നുവെന്ന് ഇത് നമുക്ക് ഉറപ്പാക്കുന്നുണ്ട്. രണ്ടാമതായി, കുറ്റപത്രത്തിൽ ഇന്ത്യയിൽ നിന്നുള്ള ആളുകളുടെ പേരുകളുള്ളത് വളരെ സങ്കടകരമാണെന്ന് ഞാൻ കൂട്ടിച്ചേർക്കാൻ ആഗ്രഹിക്കുന്നു. ഇന്ത്യയിൽ താമസിക്കുന്ന ആളുകൾ തീവ്രവാദികളെ സഹായിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ രാജ്യം വീണ്ടും വീണ്ടും ഭിന്നിപ്പിക്കപ്പെടുകയും അത്തരം ആക്രമണങ്ങൾ ആവർത്തിക്കുകയും ചെയ്യും. നമ്മൾ ഇന്ത്യക്കാരാണെന്ന് മനസ്സിലാക്കേണ്ടത് പ്രധാനമാണ്. അത് പണവും മസ്തിഷ്ക പ്രക്ഷാളനവുമാണ്. ആളുകൾ തീവ്രവാദികളെ സഹായിക്കുന്നുണ്ടെങ്കിൽ അത് പണം കാരണം മാത്രമാണ്. ഇത് അന്വേഷിച്ച് ഉത്തരവാദികളായവരെ നീതിയുടെ മുന്നിൽ കൊണ്ടുവരുന്നതിന് NIA ഞാൻ നന്ദിയുള്ളവനാണ്. മുന്നോട്ട് പോകുമ്പോൾ അത്തരം എല്ലാ തീവ്രവാദികൾക്കെതിരെയും കർശന നടപടി സ്വീകരിക്കുന്നുണ്ടെന്ന് നാം ഉറപ്പാക്കണം. ആളുകൾ ഉണർന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. മിക്കവാറും എല്ലാ ഭീകരാക്രമണങ്ങൾക്കും പിന്നിൽ പാകിസ്ഥാനാണ്. ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ഓസ്ട്രേലിയയിൽ അടുത്തിടെ നടന്ന ആക്രമണത്തിന് പോലും. അതിനാൽ രാജ്യം ബഹിഷ്കരിക്കണം. ഭീകരരെ നേരിടുമ്പോൾ കൂടുതൽ ശക്തമായ നിലപാട് സ്വീകരിക്കണമെന്ന് ശുഭം ദ്വിവേദിയുടെ പിതാവ് സഞ്ജയ് ദ്വിവേദിയും ഇതേ വികാരം പ്രകടിപ്പിച്ചു. അന്വേഷണങ്ങൾ നടന്നിട്ടുണ്ട്. ചില ഭീകരരും സംഭവത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഭീകരത ഇതുവരെ തുടച്ചു നീക്കപ്പെട്ടിട്ടില്ല. അടുത്തിടെ ഡൽഹിയിൽ ഒരു സംഭവം ഉണ്ടായി. ഇത്തരം മറ്റ് സംഭവങ്ങൾ ദിവസേന റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. ഇതെല്ലാം ഞങ്ങളുടെ മകനെ നഷ്ടപ്പെട്ടതിന്റെ വേദനയിൽ നിന്ന് കരകയറാൻ ഞങ്ങളെ സഹായിക്കുന്നില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം ആക്രമണത്തിന് ശേഷം ജമ്മു കാശ്മീർ പോലീസ് 3 തീവ്രവാദികളുടെ രേഖാചിത്രങ്ങൾ പുറത്തിറക്കി അവരെ അറസ്റ്റ് ചെയ്യുന്നതിലേക്ക് നയിക്കുന്ന വിവരങ്ങൾ നൽകുന്നവർക്ക് 20 ലക്ഷം രൂപ വീതം പാരിതോഷികം പ്രഖ്യാപിച്ചിരുന്നു. NIA അന്വേഷണം ഏറ്റെടുക്കുകയും പഹൽഗാം പ്രദേശത്തെ പോണി ഓപ്പറേറ്റർമാർ, കടയുടമകൾ, ഫോട്ടോഗ്രാഫർമാർ, സാഹസിക കായിക തൊഴിലാളികൾ എന്നിവരുൾപ്പെടെ 350-ലധികം പേരെ ചോദ്യം ചെയ്യുകയും ചെയ്തു. ജൂൺ 22 ബഡക്കോട്ടിൽ നിന്നുള്ള പർവൈസ് അഹമ്മദ് ജോത്തർ, പഹൽഗാമിലെ ഹിൽ പാർക്കിൽ നിന്നുള്ള ബഷീർ അഹമ്മദ് ജോത്തർ എന്നീ 2 നാട്ടുകാരെ അറസ്റ്റ് ചെയ്തതോടെയാണ് ഒരു വഴിത്തിരിവുണ്ടായത്. അക്രമികൾക്ക് ഭക്ഷണവും താമസവും നൽകി സഹായിച്ചുവെന്നാണ് ഇവരുടെ കുറ്റം. ചോദ്യം ചെയ്യലിൽ 3 തീവ്രവാദികളും ലഷ്കർ-ഇ-തോയ്ബ ഗ്രൂപ്പിൽപ്പെട്ട പാകിസ്ഥാൻ പൗരന്മാരാണെന്ന് ഇരുവരും വെളിപ്പെടുത്തി. ആക്രമണത്തിന് തലേദിവസം ഉച്ചകഴിഞ്ഞ് 3:30 ആയുധധാരികളായ 3 പേർ തന്റെ വീട്ടിലെത്തി ഭക്ഷണം ആവശ്യപ്പെട്ട് 4 മണിക്കൂറോളം അവിടെ താമസിച്ചുവെന്ന് പർവേസ് സമ്മതിച്ചതായി ആക്രമണം അന്വേഷിക്കുന്ന ദേശീയ അന്വേഷണ ഏജൻസി വൃത്തങ്ങൾ പറഞ്ഞു. ചുറ്റുമുള്ള സുരക്ഷാ സജ്ജീകരണങ്ങളെക്കുറിച്ചും ബൈസരൺ വിനോദസഞ്ചാര കേന്ദ്രത്തെക്കുറിച്ചും അവർ അദ്ദേഹത്തോട് വിശദാംശങ്ങൾ ചോദിക്കുകയും ചെയ്യുകയുണ്ടായിരുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.